നമസ്കാരം. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദേവന്മാരുടെ ഭിഷഗ്വരൻ എന്ന് പോറ്റിപ്പുകഴ്ത്തുന്നതും തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന 18 സിദ്ധന്മാരിൽ ഒരാളുമായ ധന്വന്തരി സിദ്ധരെ പറ്റി മനസ്സിലാക്കാം. ധന്വന്തരി സിദ്ധർ ഒരു ഐപ്പശി മാസം തിങ്കളാഴ്ച പുണർദം നക്ഷത്രം 4-ാം കാലത്തിൽ ഭൂമിയിൽ അവതരിച്ചതായി ബോഗർ 7000 എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. ധന്വന്തരി സിദ്ധരും ധന്വന്തരി മഹർഷിയും ധന്വന്തരി ഭഗവാനും ഒരാൾ തന്നെയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ധന്വന്തരി സിദ്ധർ ഏതു കാലത്ത് ജനിച്ചു ജീവിച്ചു എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. പക്ഷേ യുഗയുഗങ്ങളായി ഇന്നും ഭൂമിയിൽ ജീവിച്ചു വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തനു എന്നാൽ ശരീരം എന്നർത്ഥത്തിൽ ധന്വന്തരി എന്ന വാക്കിന് ശസ്ത്രക്രിയയിൽ നിപുണൻ എന്നൊരർത്ഥമുണ്ട്. ബ്രഹ്മദേവൻ 4 വേദങ്ങളെയും അതിന്റെ സാരാംശമായി ആയുർവേദത്തെയും സൃഷ്ടിച്ചു. ആയുർവേദം എല്ലായിടത്തും പ്രചരിക്കണം എന്നതിനാൽ ബ്രഹ്മാവ് ആദ്യം അത് സൂര്യദേവന് ഉപദേശിച്ചു. സൂര്യദേവൻ അത് ലോകമെങ്ങും പ്രചരിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്തു. സൂര്യദേവന്റെ പ്രധാനപ്പെട്ട 16 ശിഷ്യന്മാരിൽ ഒരാളാണ് ധന്വന്തരി എന്ന് ബ്രഹ്മവൈവർത്ത പുരാണം പ്രസ്താവിക്കുന്നു. ധന്വൻ എന്ന വാക്കിന് ആകാശത്തിൽ വസിക്കുന്നവർ എന്നൊരർത്ഥമുണ്ട്. സൂക്ത ഗ്രന്ഥത്തിൽ ധന്വന്തരി എന്നത് സൂര്യനാണ്. അപ്രകാരം സൂര്യഭഗവാൻ തന്നെയാണ് ധന്വന്തരി എന്നൊരു വാദവും നിലവിലുണ്ട്. ധന്വന്തരിയാണ് ആയുർവേദം സൃഷ്ടിച്ചത് എന്നാണ് മത്സ്യപുരാണത്തിലെ പരാമർശം. പത്മപുരാണം, വായുപുരാണം, വിഷ്ണുപുരാണം എന്നിങ്ങനെ പല പുരാണങ്ങളിൽ ധന്വന്തരി അവതാരത്തെപ്പറ്റി കുറിപ്പുകളുണ്ട്. പുരാണപ്രകാരം അമരത്വം ലഭിക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ പാൽക്കടലിൽ നിന്നും ഉയർന്നു വന്ന പല ദിവ്യ വസ്തുക്കൾ പോലെ കയ്യിൽ ദിവ്യമായ അമൃത കലശവുമായി ഉദ്ഭവിച്ച മഹാപുരുഷനാണ് ധന്വന്തരി. അദ്ദേഹം പാൽക്കടലിൽ നിന്നും പുറത്തു വന്നയുടനെ മഹാവിഷ്ണുവിനെ വണങ്ങി. മഹാവിഷ്ണു അദ്ദേഹത്തിന് അപ്സ എന്ന നാമം വച്ചു. ദേവന്മാർക്ക് അമൃത് വീതം വയ്ക്കുന്ന വേളയിൽ ദേവന്മാരെ പോലെ തനിക്കും അമൃത് വേണമെന്ന് ധന്വന്തരി അഭ്യർത്ഥിച്ചു. അന്നേരം മഹാവിഷ്ണു ധന്വന്തരിയോട് ഇപ്രകാരം പറഞ്ഞു: നീ ദേവന്മാർ ഉദ്ഭവിച്ച കാലത്തിനും വളരെ കാലം കഴിഞ്ഞ് അവതരിച്ചതിനാൽ ദേവന്മാർക്ക് തുല്യമായി നിന്നെ കരുതാനാവില്ല. നീ നമ്മുടെ അവതാരമായി ഭൂമിയിൽ 2ാം ജന്മമെടുക്കുന്ന കാലത്ത് നിനക്ക് ദേവന്മാരിൽ ഒരുവൻ എന്ന പദവി ലഭിക്കും. നീ അന്നേരം ആയുർവേദ ചികിത്സയെപ്പറ്റി എഴുതും. അതിനുശേഷം ലോകം നിന്നെ ആയുർവേദത്തിന്റെ അധിപതിയായി ഏറ്റെടുക്കും. വളരെ കാലത്തിന് ശേഷം ധന്വന്തരി തീർത്ഥമൻ എന്ന രാജാവിന് മകനായി പിറന്നു. പിന്നീട് കാശിരാജന് മകനായി ജനിച്ചു. അടുത്ത ജന്മത്തിൽ തീർത്ഥപശു എന്നയാളുടെ മകൻ സേതുമാൻ എന്ന നാമത്തിൽ ജീവിച്ച് പല ആയുർവേദ പുസ്തകങ്ങൾ എഴുതി ശുശ്രുതർക്ക് ആയുർവേദം ഉപദേശിച്ചു. വേറൊരു ജന്മത്തിൽ അനു എന്നയാളുടെ പുത്രനായി പിറന്ന് പരാശരമുനിയിൽ നിന്നും പാഠങ്ങൾ അഭ്യസിച്ചു. ചരകന്റെ ചരക സംഹിതയ്ക്കും എത്രയോ മുമ്പേ ആയുർവേദം നിലനിന്നിരുന്നതായാണ് വിവരങ്ങൾ. അഗസ്ത്യർ 12000 എന്ന പുസ്തകപ്രകാരം മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തരി. പാരമ്പര്യമായി ഗായത്രി ഉപാസകരായിരുന്ന തമിഴ്നാട്ടിലെ ഒരു സംഗീത കുടുംബത്തിൽ അദ്ദേഹം അവതരിച്ചതായി അഗസ്ത്യർ സാക്ഷ്യപ്പെടുത്തുന്നു. ധന്വന്തരിയുടെ സംഗീതജ്ഞനായ പിതാവ് കയ്യിൽ തമ്പുരുവേന്തി ഗ്രാമങ്ങൾ തോറും നടന്ന് പാട്ടുപാടി യാചകവൃത്തിയിലൂടെ ഉപജീവനം കഴിക്കുന്നയാൾ. എന്നിരുന്നാലും എല്ലാ വേദ ആഗമശാസ്ത്രങ്ങളും മകന് ഉപദേശിച്ച് വളർത്താൻ അദ്ദേഹം മറന്നില്ല. ഈ കാലഘട്ടത്തിൽ സിദ്ധന്മാരുടെ ഉപദേശം മകന് ലഭിക്കുന്നതിനായി അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്തിരുന്നു. ചെറുപ്രായത്തിലെ നന്ദീശ്വർ സിദ്ധരിൽ നിന്നും ദീക്ഷ ലഭിച്ച ധന്വന്തരി 3 കോടി സിദ്ധന്മാരെ സന്ധിച്ച് അഷ്ടസിദ്ധികൾ വശമാക്കി. പല ജന്മങ്ങളിലായി ആയുർവേദത്തെക്കുറിച്ച് പല പുസ്തകങ്ങൾ എഴുതി. അഗസ്ത്യ മഹർഷി സിദ്ധവൈദ്യത്തിന്റെ പിതാവ് എന്നതുപോലെ ധന്വന്തരി സിദ്ധർ ആയുർവേദത്തിന്റെ പിതാവ് എന്നതിലപ്പുറം ആയുർവേദ മൂലികകളും അവയുടെ ഉപയോഗങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വശമാക്കിയ ദിവ്യൻ. ആയുർവേദ ശസ്ത്രക്രിയാ വിദഗ്ധൻ എന്നതാണ് അദ്ദേഹത്തെ പറ്റിയുള്ള പരാമർശം. ഭാഗവത പുരാണ പ്രകാരം മഹാവിഷ്ണുവിന്റെ അംശമായ ധന്വന്തരി ദേവൻ കഴുത്തിൽ ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞ് 4 കരങ്ങളോടെ ഒരു കൈയിൽ ശംഖും മറുകരത്തിൽ സ്വർണ്ണക്കുടത്തിൽ അമൃതും മറ്റു കരങ്ങളിൽ ഗദയും അട്ടപ്പുഴവും പിടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. വേറെ ചില പുരാണങ്ങളിൽ ധന്വന്തരിയുടെ കയ്യിൽ മൂലികച്ചെടിയുമുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിനു ശേഷം 11ാമത് അവതാരമായി ഹയഗ്രീവരും 12ാമത് അവതാരമായി ധന്വന്തരി ദേവനും ഉദ്ഭവിച്ചു എന്നും പുരാണകഥയുണ്ട്. ധന്വന്തരി സിദ്ധരുടെ പ്രധാന രചനകളിൽ ചിലതാണ് ധന്വന്തരി നിഘണ്ടു 300, ധന്വന്തരി ബാലവാകടം, ധന്വന്തരി വൈദ്യം, ധന്വന്തരി തൈലം 500, ധന്വന്തരി വൈദ്യകാവ്യം 1000, ധന്വന്തരി കലജ്ഞാനം 500, ധന്വന്തരി സൂക്ഷ്മവൈദ്യം, ധന്വന്തരി 4 കാണ്ഡജാലം 800, ധന്വന്തരി ഗരുഡാരൂഢം 100, ധന്വന്തരി ജയനീർ 50, ധന്വന്തരി മൂപ്പുസൂത്രം 100, ധന്വന്തരി വൈദ്യചിന്താമണി 1200, ധന്വന്തരി ദണ്ഡകം 140, ധന്വന്തരി കരുക്കിടെ 300. ധന്വന്തരി സിദ്ധരുടെ പല ശിഷ്യന്മാരിൽ പ്രധാനികളാണ് ശുശ്രുതൻ, പൗസ്കലവദൻ, ഔരസൻ, വൈതരണൻ എന്നിവർ.
ധന്വന്തരി സിദ്ധർ പല കാലങ്ങളിലായി പകർന്നുകൊടുത്ത ശസ്ത്രക്രിയാ പാഠങ്ങളാണ് ഇന്നും ഭാരതത്തിൽ അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കായകൽപ്പമുറകളും മൂലികകളുടെ ഉപയോഗങ്ങളും ഇന്നും ആയുർവേദത്തിന് മുതൽക്കൂട്ടാണ്. ഒരു നാൾ ധന്വന്തരി സിദ്ധരും ശിഷ്യന്മാരും കൈലാസത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തക്ഷകൻ എന്ന നാഗം അവരുടെ വഴി തടഞ്ഞു. ഉടനെ ശിഷ്യന്മാർ കോപത്തോടെ തക്ഷകന്റെ ശിരസിലെ രത്നങ്ങളെ പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ഇതറിഞ്ഞ വാസുകി നാഗം തന്റെ പടയോടൊപ്പം എത്തി അവരോട് പോരിട്ടു. നാഗങ്ങളുടെ വിഷക്കാറ്റാൽ ബോധരഹിതരായ ശിഷ്യന്മാരെ ധന്വന്തരി സിദ്ധർ ആയുർവേദ മരുന്ന് നൽകി ഉണർത്തി. ഇത് മനസ്സിലാക്കിയ വാസുകിയുടെ സഹോദരി മാനസാദേവി അവിടെ എത്തി തന്റെ വിഷക്കാറ്റിനാൽ ധന്വന്തരി സിദ്ധരുടെ ശിഷ്യന്മാരെ വീണ്ടും ബോധരഹിതരാക്കി. ധന്വന്തരി സിദ്ധർ അവിടെ വെച്ച് തന്നെ വീണ്ടും ആയുർവേദ മരുന്ന് തയ്യാർ ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകി അവരുടെ ജീവൻ രക്ഷിച്ചു. ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരം, ദേവന്മാരിൽ ഒരുവർ എന്ന് മനസ്സിലാക്കിയ മാനസാദേവി ധന്വന്തരി സിദ്ധരെയും ശിഷ്യന്മാരെയും കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ദേവലോകവാസികൾ ധന്വന്തരിയെ അവരുടെ ആസ്ഥാന ദേവലോക വൈദ്യനായി അംഗീകരിച്ചു. അതോടെ ധന്വന്തരി ദേവന്റെ പുകഴ് ലോകമെങ്ങും പരന്നു. ബോഗർ സിദ്ധർ അദ്ദേഹത്തിന്റെ ബോഗർ 7000 എന്ന പുസ്തകത്തിൽ ധന്വന്തരി സിദ്ധരുടെ ചരിത്രം വർണ്ണിക്കുന്നത് ഇങ്ങനെ: ലോകം പോറ്റുന്ന ധന്വന്തരി സിദ്ധർ സാധാരണക്കാരനല്ല. കൃതയുഗത്തിലെ മഹാവിഷ്ണുവിൻ അംശമായി അവതാരമെടുത്തവർ. ഭൂമിയിൽ മരുത്വകലയെ നിലനിർത്താനും ജ്ഞാനം പ്രചരിപ്പിക്കാനും വേദാന്ത ധന്വന്തരി എന്ന നാമത്തോടെ കാശിയിൽ സിദ്ധരായി അവതരിച്ചവർ. ധന്വന്തരി ഭഗവാൻ കായകൽപ്പമുറകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ തെൻപൊതികമലയിൽ ജീവിക്കുന്ന സിദ്ധന്മാരുടെ ഗുരുവായ അഗസ്ത്യരെ പോയി കണ്ട് മരുത്വത്തിന്റെ സൂക്ഷ്മ രഹസ്യങ്ങൾ മനസ്സിലാക്കി. അഗസ്ത്യരുടെ പുസ്തകങ്ങൾ സമുദ്രത്തിന് തുല്യം എന്നിരുന്നാലും ധന്വന്തരി ഭഗവാൻ 3 ലക്ഷം പുസ്തകങ്ങൾ രചിച്ചതായാണ് പറയപ്പെടുന്നത്. ഈശ്വരാംശമായിരുന്നാലും ധന്വന്തരി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അഗസ്ത്യരെ തന്റെ ഗുരുവായി ഏറ്റെടുത്ത് വിദ്യകൾ അഭ്യസിച്ചു. ധന്വന്തരി സിദ്ധർ തന്റെ കടമകൾ തീർത്ത ശേഷം ശിഷ്യന്മാർക്ക് മരുത്വ രഹസ്യങ്ങൾ ഉപദേശിച്ചു. പിന്നീട് അദ്ദേഹം താൻ സമാധി നിലയിലേക്ക് പോവുകയാണെന്ന് ശിഷ്യന്മാരെ അറിയിക്കുകയുണ്ടായി. അതിനായി പൊതികമലയ്ക്കടുത്തുള്ള കടൽ തീരത്തുള്ള ഒരു ദ്വീപിലേക്ക് ചെന്ന് സൂര്യ ഒളി കൂടി പ്രവേശിക്കാത്ത നിബിഡ വനം സമാധിക്കായി തിരഞ്ഞെടുത്തു. ശിഷ്യന്മാർ അദ്ദേഹത്തെ സമാധിയിരുത്തി. 60 ആണ്ടുകൾക്ക് ശേഷം താൻ പുറത്തു വരുമെന്ന് സമാധിയിൽ നിന്നും അശരീരി കേട്ടു. ധന്വന്തരി സിദ്ധർ സമാധിക്ക് ശേഷം പുറത്തു വരുമ്പോൾ ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും ബോഗർ സിദ്ധർ പറയുന്നുണ്ട്. പൊതികമലയിൽ ദേവന്മാരും ഋഷികളും ഒത്തുചേരും. വാനത്തിൽ നിന്ന് മലർമാരി പൊഴിയും. അക്കാലത്തെ ലോകരാജാക്കന്മാർ സിദ്ധർക്ക് പൊന്നും മണിയും സുഗന്ധദ്രവ്യങ്ങളും കാണിക്ക കൊണ്ടുവന്ന് കാത്തിരിക്കും. ധന്വന്തരി സിദ്ധർ സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കാണാൻ അഗസ്ത്യരും നന്ദീശരും മുഖ്യ സിദ്ധന്മാരും എത്തിച്ചേരും. അപ്രകാരം ധന്വന്തരി സിദ്ധർ സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതും ആ സ്ഥലം ജ്യോതിയാൽ തിളങ്ങിയിരുന്നെന്നും സമാധിക്ക് അരികിലിരുന്ന കുരുടന് കാഴ്ച ലഭിച്ചെന്നും അംഗപരിമിതിയുള്ളവർക്ക് അത് സുഖമായെന്നും ഊമകൾ സംസാരിച്ചെന്നും പറയപ്പെടുന്നു. പക്ഷേ ലോകത്തിന്റെ ഗതിവിഗതികൾ ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കിയ ധന്വന്തരി സിദ്ധർ ഈ കലിയുഗത്തിൽ കായകൽപ്പം ഭക്ഷിച്ച് ഉടൽ വൈരമാക്കി എന്തു പ്രയോജനം? ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം, വിശ്വാസം, ദയ ഒന്നുമില്ല. എല്ലായിടത്തും ചതി, വഞ്ചന, നുണ എന്ന് സങ്കടപ്പെട്ട് വീണ്ടും അദ്ദേഹം സമാധിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങി. ഇപ്രകാരം ധന്വന്തരി സിദ്ധർ 3 പ്രാവശ്യം സമാധിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഒടുവിലായി ശിഷ്യന്മാരോട് തപജീവിതത്തിൽ പ്രവേശിക്കാനും കലിയുഗാന്തത്തിൽ കാണാമെന്നും പറഞ്ഞ് ധന്വന്തരി സിദ്ധർ സമാധിയിലേക്ക് പോയി എന്നാണ് ബോഗറുടെ പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും വടക്കേ ഇന്ത്യയിലുമായി പലയിടത്തും ധന്വന്തരി ക്ഷേത്രങ്ങളും ശ്രീരംഗത്തും ഉടുപ്പിയിലുമടക്കം പല ക്ഷേത്രങ്ങളിലും ധന്വന്തരി ഭഗവാന് സന്നിധിയുമുണ്ട്. തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിൽ രംഗനാഥരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്നത് ധന്വന്തരി ദേവനാണെന്നാണ് വിശ്വാസം. തീരാത്ത അസുഖങ്ങളും ധന്വന്തരി ഭഗവാനെ മുറയാവണ്ണം പ്രാർത്ഥിച്ചാൽ മാറുമെന്നതാണ് ഭക്തജന വിശ്വാസം. ദീപാവലിക്ക് 2 ദിവസം മുമ്പുള്ള ത്രയോദശി തിഥി ബിഷഗ്വരന്മാർ ധന്വന്തരി ജയന്തിയായി ആഘോഷിക്കുന്നു. ധന്വന്തരി സിദ്ധർ ഭൂമിയിൽ ജീവിച്ചതായി പറയപ്പെടുന്ന കാലം 800 വർഷങ്ങൾ 32 നാൾ. അദ്ദേഹം പലകാലം നാഗപട്ടണം ജില്ലയിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നായ വൈത്തീശ്വരൻ കോവിലിൽ ശിഷ്യന്മാരോടൊപ്പം തപജീവിതത്തിൽ കഴിഞ്ഞിരുന്നു. മനുഷ്യകുലത്തിന്റെ ആയുസ്സിനും ആരോഗ്യ ജീവിതത്തിനും വഴിയൊരുക്കിയ ധന്വന്തരി മഹർഷി പിന്നീട് അവിടെ തന്നെ സമാധി അടഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത്. വൈത്തീശ്വരൻ കോവിലിൽ ധന്വന്തരി സിദ്ധർക്ക് സന്നിധിയുണ്ട്. മുജ്ജന്മ പാപം വ്യാധി രൂപേണ എന്നൊരു പഴമൊഴിയുണ്ട്. മുജ്ജന്മ പാപങ്ങളാൽ ഉണ്ടാകുന്നതാണ് വ്യാധികൾ എന്നാണ് പ്രമാണം. ആദികളും വ്യാധികളുമില്ലാത്ത ജീവിതമാണ് ഏവരുടെയും സ്വപ്നം. ആയുൾ വൃദ്ധിക്കും ആരോഗ്യ ജീവിതത്തിനും അസുഖങ്ങൾ മാറാനും മരുന്നിനൊപ്പം ധന്വന്തരി ഗായത്രിയോ ധന്വന്തരി അഷ്ടോത്തര നാമാവലിയോ ജപിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.